പരമ്പരാഗതമായി വൈദ്യുതി ഉണ്ടാക്കാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചലനം, മൂവ്മെൻ്റ് ഉണ്ടാക്കണം. അതിന് ഇന്ധനം ആവശ്യമാണ്. അത് വെള്ളമാകാം, കൽക്കരിയാകാം, ന്യൂക്ലിയർ ഇന്ധനമാകാം. ഇവ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കണം. അതിന് ഒരുപാട് അധ്വാനവും പണച്ചിലവും പരിസ്ഥിതി നാശവും ഒക്കെ ഉണ്ട്. എന്നാൽ പ്രകൃതിയിൽ സുലഭമായി കിടക്കുന്ന വറ്റാത്ത ഊർജ ഉറവിടമായ സൂര്യനുള്ളപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കാവശ്യമുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമല്ലോ. അതാണ് സോളാർ എനർജി. സോളാർ പവറിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസവുമില്ല. പണ്ടൊക്കെ വീടിന് മുകളിൽ TV ആൻറ്റിന നിൽക്കുന്നത് ഒരു പത്രാസായിരുന്നു എന്നതുപോലെയുള്ള ഒരു സ്റ്റാറ്റസ് സിമ്പലായി വീടിന് മുകളിലെ സോളാർ പാനലുകൾ മാറിക്കഴിഞ്ഞു. സർക്കാരിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും സബ്സിഡിയുമൊക്കെ ഈ മേഖലയുടെ വൻ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ കമ്പനികൾ ഇവിടേക്ക് കടന്നു വരുന്നു. വൈദ്യുത വാഹനങ്ങൾ ഉള്ളവർക്ക് 5 പൈസ മുടക്കാതെ വാഹനം കൊണ്ടു നടക്കാം. വൈദ്യുതി ബില്ലിനെ ഭയപ്പെടാതെ AC-യും ഹീറ്ററുമൊക്കെ ഉപയോഗിക്കാം. ഈ പോക്ക് പോയാൽ വലിയ താമസമില്ലാതെ സോളാർ പാനലുകൾ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ വീടുണ്ടാക്കാനുള്ള അനുമതിക്ക് സോളാർ നിർബന്ധമാക്കുന്ന കാലവും വിദൂരമല്ല. എന്നാൽ എങ്ങനെയാണ് സോളാർ പാനലുകൾ വൈദ്യുതി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഗഹനമായ സയൻസ് എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമുക്കിന്ന് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചാലോ? തുടങ്ങാം. റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സോളാർ എനർജി എന്നത് പുതിയ കാര്യമൊന്നുമല്ല. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നാം ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററുകളിൽ ചെറിയ സോളാർ സെല്ലുകൾ പണ്ട് തൊട്ടേ ഉണ്ട്. ബഹിരാകാശ വാഹനങ്ങളിൽ തുടക്കം മുതൽ തന്നെ സോളാർ പാനലുകളുണ്ട്. പക്ഷേ ഇവ ജനകീയമായത് അടുത്ത കാലത്താണെന്ന് മാത്രം. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ എനർജിയുടെയും സോഴ്സ് സൂര്യൻ തന്നെയാണ്. സൺലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങൾ വളരുന്നത്. ആ സസ്യങ്ങൾ ഭക്ഷിച്ചാണ് ധാരാളം മൃഗങ്ങൾ വളരുന്നത്. ആ മൃഗങ്ങളെ ഭക്ഷിച്ചാണ് മറ്റു പല മൃഗങ്ങളും വളരുന്നത്. ഈ ജീവജാലങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞ് ഭൂമിക്കടിയിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ പ്രോസസ്സിങ് കഴിയുമ്പോഴാണ് അവ കൽക്കരിയും പെട്രോളിയവും ഒക്കെ ആകുന്നത്. അതായത് കൂട്ടുകാരെ, നാം ഇവിടെ ജീവിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജപ്രവാഹം കാരണം മാത്രമാണെന്ന് ചുരുക്കം. പക്ഷേ സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കാൻ തുടങ്ങിയത് സമീപകാലത്താണെന്ന് മാത്രം. സോളാർ പാനലുകളുടെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വൈദ്യുതിയെപ്പറ്റിയും സെമി കണ്ടക്ടറുകളെ പറ്റിയുമുള്ള ചില അടിസ്ഥാന ധാരണകൾ ആവശ്യമാണ്. എന്താണ് വൈദ്യുതി, എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി പൊതുവേ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു കാന്തിക മണ്ഡലത്തെ ഏതെങ്കിലും ഒരു ലോഹം കൊണ്ട് തുടർച്ചയായി ഭേദിക്കുമ്പോൾ അതിൽ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. വൈദ്യുതി ഉണ്ടാക്കാൻ പൊതുവേ നമുക്കറിയാവുന്ന മാർഗങ്ങൾ എന്താണ്? ജനറേറ്റർ കറക്കുക എന്നതാണത്. വെള്ളം ഉയരത്തിൽ കെട്ടി നിർത്തി താഴേക്ക് ശക്തമായി ഒഴുക്കി ആ ശക്തിയിൽ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഹൈ പ്രഷറിലുള്ള നീരാവി ഉണ്ടാക്കി അതുപയോഗിച്ച് ഇങ്ങനെ ഏതെങ്കിലും മാർഗത്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ തുടർച്ചയായി ഭേദിച്ചുകൊണ്ടേയിരുന്ന് ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വൈദ്യുതിയാണ് നമുക്കറിയാവുന്നത്. ഇവിടെ തുടർച്ചയായ ചലനം ആവശ്യമാണ്. അങ്ങനെ ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. എന്താണ് ഈ ഫ്രീ ഇലക്ട്രോണുകൾ? അപ്പോൾ ഫ്രീ അല്ലാത്ത ഇലക്ട്രോണുകളുണ്ടോ? നോക്കൂ, ഏതൊരു വസ്തുവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ആറ്റം. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, ചാർജൊന്നുമില്ലാത്ത ന്യൂട്രോൺ എന്നിവ അടങ്ങിയ ന്യൂക്ലിയസിന് ചുറ്റുമായി വിവിധ ഊർജ്ജ നിലകളിൽ വലം വയ്ക്കുന്ന പ്രോട്ടോണുകളുടെ അത്രയും എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്നിവയടങ്ങിയതാണ് ഒരു ആറ്റം. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അതിശക്തമായ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന അടിസ്ഥാന ബലത്താൽ ബന്ധിപ്പിക്കപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കുക എളുപ്പമല്ല. എന്നാൽ ഈ തറവാട്ടിൽ കയറ്റാതെ കറങ്ങി നടക്കുന്ന മുടിയനായ പുത്രനാണ് ഇലക്ട്രോൺ. അവനെ നമുക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും. ഒരു മാറ്ററിൽ അനേക മാറ്റങ്ങൾ അടുത്തടുത്തിരിക്കുമ്പോൾ
ആറ്റങ്ങളുടെ പുറംപാളിയിലുള്ള ഇലക്ട്രോണുകൾ പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കുറേ ഇലക്ട്രോണുകൾ അധികം വരും. അവ ആരും ചോദിക്കാനും പറയാനുമില്ലാതെ ആ വസ്തുവിനുള്ളിൽ കറങ്ങി നടക്കും. ഇവയാണ് ഫ്രീ ഇലക്ട്രോണുകൾ. ആ വസ്തുവിൽ പുറത്തു നിന്നൊരു ഇലക്ട്രിക് ഫോഴ്സ് കൊടുത്താൽ ഈ ഫ്രീ ഇലക്ട്രോണുകളെല്ലാം കൂടി ഒരു ദിശയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. ഇതാണ് വൈദ്യുതി. ഇങ്ങനെ ധാരാളം ഫ്രീ ഇലക്ട്രോണുകളുള്ള പദാർത്ഥങ്ങളെയാണ് കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നത്. എല്ലാ ലോഹങ്ങളും നല്ല കണ്ടക്ടറുകളാണ്. എന്നാൽ ചില പദാർത്ഥങ്ങളിൽ ഇങ്ങനെ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. അതിലെ ഇലക്ട്രോണുകൾ നല്ല വീട്ടിലെ നല്ല ചൊല്ലുവിളിയുള്ള കുട്ടികളാണ്. അവരെ അങ്ങനെ കറങ്ങി നടക്കാനൊന്നും വിടില്ല. ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവയിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല. അവയാണ് ഇൻസുലേറ്ററുകൾ. പ്ലാസ്റ്റിക്, റബ്ബർ, ഉണങ്ങിയ തടി എല്ലാം ഇൻസുലേറ്ററുകളാണ്. ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് മാത്രം വൈദ്യുതി ഉണ്ടാവില്ല. അതിന് ഫ്രീ ഇലക്ട്രോണുകൾ കണ്ടക്ടറിലൂടെ ഒരു ദിശയിലേക്ക് ഒഴുകണം. എപ്പോഴാണ് ഒഴുകുന്നത്? നമുക്കറിയാം, വെള്ളം മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത്. മുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്, താഴെ എനർജി കുറവും. എനർജി കൂടുതലുള്ള ഇടത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ഒഴുക്കുണ്ടാവുക. അതുകൊണ്ടാണ് ഉയർന്ന ഭാഗത്തു നിന്നും താഴേക്ക് വെള്ളമൊഴുകുന്നത്, മുകളിലുള്ള കല്ല് താഴേക്ക് പതിക്കുന്നത്. എനർജി പൊട്ടൻഷ്യലിലുള്ള ഈ വ്യത്യാസം അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് ഒഴുക്കിന് കാരണം. വൈദ്യുതി ഒഴുകാനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണ്. നമ്മൾ കണ്ടക്ടറുകളെ പറ്റിയും ഇൻസുലേറ്ററുകളെ പറ്റിയും പറഞ്ഞല്ലോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു വിഭാഗമുണ്ട്. അവയാണ് സെമി കണ്ടക്ടറുകൾ അഥവാ അർദ്ധചാലകങ്ങൾ. നോക്കൂ, പ്രകൃതിയിൽ ഈ സെമി കണ്ടക്ടർ എന്നൊരു സാധനം നാച്ചുറലായി ഇല്ല. എന്നാൽ പ്രകൃതിയിൽ സുലഭമായി കിട്ടുന്ന ചില വസ്തുക്കളെ അങ്ങനെ ആക്കാൻ കഴിയും. അതാണ് ഇവിടെ ചെയ്യുന്നത്. പ്രകൃതിയിൽ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒരു മൂലകമാണ് സിലിക്കോൺ. നമ്മുടെ മണലില്ലേ, വെറും മണൽ, കടൽ തീരത്തും പുഴയിലും മരുഭൂമിയിലുമൊക്കെയുള്ള മണൽ, അവയിലെ പ്രധാന ഘടകമാണ് സിലിക്ക. ഈ സിലിക്കയിൽ നിന്നാണ് സിലിക്കോൺ വേർതിരിച്ചെടുക്കുന്നത്. അതുപോലെ ജെർമേനിയം, ഗാലിയം ആഴ്സനൈഡ് ഒക്കെ സെമി കണ്ടക്ടർ എന്ന വകുപ്പിൽ വരുന്നതാണ്. പക്ഷേ ഈ വേർതിരിച്ചെടുക്കുന്ന സിലിക്കോൺ ഒരു കണ്ടക്ടർ അല്ല. അതിലൂടെ വൈദ്യുതി ഒഴുകില്ല. എന്താ കാര്യം? അതിൽ ഫ്രീ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ അതിൽ കുറച്ച് ഫ്രീ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കുറച്ച് കണ്ടക്ട് ചെയ്യുമല്ലോ. അങ്ങനെ അതിൽ കുറച്ച് ഫ്രീ ഇലക്ട്രോണുകളെ ഉണ്ടാക്കാനുള്ള ഒരു വിദ്യയുണ്ട്. അതാണ് ഡോപ്പിംഗ്. ഈ ഡോപ്പിങ്ങിലൂടെ ഒരു സിലിക്കോൺ കഷ്ണത്തിനെ പോസിറ്റീവ് സ്വഭാവമുള്ള പി ടൈപ്പ്, നെഗറ്റീവ് സ്വഭാവമുള്ള എൻ ടൈപ്പ് ഇങ്ങനെ മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന്, നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നു. ആ തിളച്ച വെള്ളത്തിലേക്ക് തേയില ചേർത്താൽ അത് ചായയാകും, കാപ്പിപ്പൊടി ചേർത്താൽ അത് കാപ്പിയാകും. അതുപോലെ അങ്ങനെ ശുദ്ധമായ ഒരു സിലിക്കോൺ കഷ്ണത്തിലേക്ക് ഫോസ്ഫറസ്, ആഴ്സനിക് തുടങ്ങിയ ഏതെങ്കിലും ഒരു മൂലകം ചേർക്കുമ്പോൾ അഥവാ ഡോപ്പ് ചെയ്യുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. ഇവയ്ക്ക് കുറച്ച് ഇലക്ട്രോൺ കൂടുതലുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ ഈ സിലിക്കോൺ കഷ്ണത്തിൽ അവിടെയായി കുറേ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാകും. ഇത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു ഗാനമേള നടക്കുന്നിടത്തേക്ക് നമ്മൾ ചെല്ലുന്നു. അവിടെ 1000 സീറ്റുകൾ ഉണ്ടെന്ന് കരുതുക. അത് നിറഞ്ഞു. ഒരു 200 പേര് കൂടുതലെത്തിയാൽ എന്തു ചെയ്യും? സീറ്റ് കിട്ടാതെ എവിടെങ്കിലുമൊക്കെ മാറി നിൽക്കും. അതുപോലെ ഇങ്ങനെയുണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോണുകളെ കൊണ്ട് ചെറിയ തോതിൽ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കൂടുതലുള്ളത് കൊണ്ട് ഇവയെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുക. ഇനി വേറൊരു ടൈപ്പുണ്ട്. ഈ പറഞ്ഞതുപോലെ ഫോസ്ഫറസിന് പകരം ബോറോൺ കൊണ്ടാണ് ഡോപ്പ് ചെയ്യുന്നത് എന്ന് കരുതുക. അതിനാണെങ്കിൽ ഇലക്ട്രോണുകൾ കുറവാണ്. എന്നാലും സിലിക്കോൺ ആറ്റങ്ങളുടെ ഇടിയിൽ ഇടിച്ചു കയറിയിരിക്കും. ആവശ്യത്തിന് ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. അതിന് പകരം ഇലക്ട്രോണുകൾക്കിരിക്കാനുള്ള വേക്കൻസി ഉണ്ടാകും. ഇവയെ ഹോൾ എന്നാണ് വിളിക്കുക. അതിന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു പോസിറ്റീവ് ചാർജ് അല്ല ഉള്ളത്, എന്നാൽ ഒരു പോസിറ്റീവ് നേച്ചറാണ് ഉള്ളത്. അതുവഴിയെങ്ങാൻ ഒരു ഇലക്ട്രോൺ പോയാൽ ചാടി അവിടെ വന്നിരിക്കും. മേൽപ്പറഞ്ഞ ഉദാഹരണം പോലെ ഒരു പരിപാടി സ്ഥലത്ത് 1000 കസേരകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ 800 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഒരു 200 പേർക്കുള്ള വേക്കൻസി അവിടെ ഉണ്ടല്ലോ. അവിടെ കൂടുതലായിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നിരിക്കില്ലേ?
അതുപോലെ ഈ സെമി കണ്ടക്ടറിനെ പി ടൈപ്പ് എന്നാണ് വിളിക്കുക. ഈ രണ്ട് ടൈപ്പിലുള്ള കണ്ടക്ടറുകൾ സെമി കണ്ടക്ടറുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അതൊരു വശത്ത് പി ടൈപ്പും ഒരു വശത്ത് എൻ ടൈപ്പുമുള്ള ഒരു പി എൻ ജംഗ്ഷനായി മാറും. ദാ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നോക്കൂ, ദാ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ. ഇത് ഒരു പി ടൈപ്പ്, ഇവിടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഇവിടെ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത് രണ്ടും കൂടി ചേരുന്നിടത്താണ് ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും. ഡിപ്ലീഷൻ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് തമ്മിൽ അങ്ങോട്ട് ചേർക്കുമ്പോൾ ഇവിടെയുള്ള കുറച്ച് ഇലക്ട്രോണുകളും ഇവിടെയുള്ള കുറച്ച് ഹോൾസും കൂടെ ചേർന്ന് ഒരു ന്യൂട്രലായിട്ടുള്ള പ്രദേശം. ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഈ പി എൻ ജംഗ്ഷനെ നമ്മളൊരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തു. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വശം ഇതിൻ്റെ ഈ പി ഭാഗത്തും നെഗറ്റീവ് വശം എൻ ഭാഗത്തും കണക്ട് ചെയ്താൽ എന്ത് പറ്റും? പോസിറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. അത് ഈ ഡിപ്ലീഷൻ റീജിയൻ കടന്ന് ഇവിടേക്ക് പോകും. അതേപോലെ നെഗറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പം ഇവിടെയുള്ള ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഈ ഡിപ്ലീഷൻ റീജിയൻ കടന്ന് ഇങ്ങോട്ട് വരും. ഇതുവഴി ഒരു വൈദ്യുതി സർക്യൂട്ട് പൂർണ്ണമാകും, പ്രവാഹം പൂർണ്ണമാകും. എന്നാൽ നേരെ തിരിച്ചാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ പോസിറ്റീവ് ഭാഗം പി ഭാഗം നെഗറ്റീവിലും എൻ ഭാഗം പോസിറ്റീവിലുമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പോസിറ്റീവിനെ നെഗറ്റീവ് ആകർഷിക്കുമല്ലോ. അപ്പം ഇവ ഇങ്ങോട്ടും പോകും. ഈ നെഗറ്റീവിനെ പോസിറ്റീവും ആകർഷിക്കും, ഇത് ഇങ്ങോട്ടും പോകും. അപ്പോൾ ഇവിടെ ഈ വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല, സർക്യൂട്ട് പൂർണ്ണമാവില്ല. ഇതിനെയാണ് ഒരു ഡയോഡ് എന്ന് പറയുക. ഇലക്ട്രോണിക്സിൽ ഈ പി എൻ ജംഗ്ഷന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ഇപ്പം ഇതാണ് ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവ തമ്മിൽ അങ്ങോട്ട് ചേരുമ്പം ഈ ഭാഗത്ത് ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. ഇവിടെ ഈ ചേരുന്ന സമയത്ത് ഇതിൻ്റെ ഈ നെഗറ്റീവ് സൈഡിൽ ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ഈ പോസിറ്റീവ് സൈഡിൽ ഒരു ചെറിയ നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാകും. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും പോലെയുള്ള ഒരു എഫക്റ്റ്, ചെറിയൊരു എഫക്റ്റ് ഇവിടെ ഉണ്ടാകും. ഈ എഫക്റ്റാണ് സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്താണ് പി എൻ ജംഗ്ഷൻ എന്ന് വ്യക്തമായി മനസ്സിലായല്ലോ. ഈ പി എൻ ജംഗ്ഷനുകളുടെ വിവിധ രൂപങ്ങളാണ് ഇലക്ട്രോണിക്സ് എന്ന ശാസ്ത്രശാഖയുടെ അടിസ്ഥാനം. ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, മൈക്രോ ചിപ്പുകൾ എല്ലാം പല വിധത്തിലുള്ള പി എൻ ജംഗ്ഷനുകളുടെ കോമ്പിനേഷനുകളാണ്. ഇവ ഉപയോഗിച്ച് വൈദ്യുത പ്രവാഹത്തെ അഥവാ ഇലക്ട്രോൺ ഫ്ലോയെ തടഞ്ഞു നിർത്തിയും വഴിതിരിച്ചു വിട്ടും കൂട്ടി കുറച്ചുമെല്ലാം ചെയ്യിച്ച് നമുക്കാവശ്യമായ പണിയെടുപ്പിക്കുന്ന ഏർപ്പാടിനാണ് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഒരു ഭൂതത്തെ കുപ്പിയിലടച്ച് അടിമപ്പണി ചെയ്യുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? അതുപോലെ ഇലക്ട്രോണുകളെന്ന ഭൂതത്തെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെന്ന കുപ്പിയിലടച്ച് പി എൻ ജംഗ്ഷൻ എന്ന മാന്ത്രിക വടി ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നു. ഈ പി എൻ ജംഗ്ഷനെ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നതാണ് സോളാർ സെല്ലുകൾ. അതെങ്ങനെ? നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. നോക്കൂ, ഇതാണ് ഒരു സോളാർ സെല്ലിൻ്റെ ക്രോസ് സെക്ഷൻ. സോളാർ സെല്ല് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. ഒരു സെല്ലെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക ഒരു സെല്ല്. ഇത് നേരെ ഇങ്ങനെ തിരിച്ചാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ എൻ ടൈപ്പ്, ഇവിടെ ഹെവിലി ഡോപ്ഡാണ്. ഇവിടെ ഇലക്ട്രോൺസ് വളരെ കൂടുതലാണ്, ഫ്രീ ഇലക്ട്രോൺസ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, കട്ടി കൂടിയ എന്നാൽ കുറഞ്ഞ രീതിയിൽ ഡോപ്പ് ചെയ്ത പി ടൈപ്പ് സെമി കണ്ടക്ടറാണ് ഇവിടെയുള്ളത്. ഈ ലെയറാണ് ഇതിൽ. ഇങ്ങനെ രണ്ട് പാളിയാണ് ഇത് ഈ ഒരു സോളാർ സെല്ലിനുള്ളത്. ഇതിൻ്റെ നടുവിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ, ഇവിടെയുള്ള ഹോൾസും ഇവിടെയുള്ള ഇലക്ട്രോൺസും കൂടെ ചേർന്ന സംഭവം. ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലൈറ്റ് വീഴുന്നു, സൺലൈറ്റ് വീഴുന്നു. ആ സൺലൈറ്റ് ഇവിടെ ഈ എൻ ടൈപ്പ് ആ ലെയറിനെ ക്രോസ് ചെയ്ത് ഈ ഡിപ്ലീഷൻ റീജിയനിൽ എത്തുന്നു. ഈ ഡിപ്ലീഷൻ റീജിയനിൽ എന്താ ഉള്ളത്? അവിടെ ഹോൾസും ഇലക്ട്രോണും കൂടെ ചേർന്ന അവസ്ഥയാണുള്ളത്. അവിടെ ചാർജ് ഒന്നുമില്ല, ഒരു ടൈപ്പും അല്ലാതെ, രണ്ട് ടൈപ്പും അല്ലാതെ ചേർന്ന് കഴിഞ്ഞു. പക്ഷേ അവിടെ ഇങ്ങനെ ഈ മാനം മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്ന ഈ ഹോൾ ഇലക്ട്രോൺ
കോമ്പിനേഷനിലേക്കാണ് ഈ പുറത്തുനിന്ന് ഈ സൺലൈറ്റ് ഇടിച്ച് കയറി വരുന്നത്. ഈ സൺലൈറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? അത് ഫോട്ടോണാണ്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് എനർജി പാക്കറ്റാണ്, എനർജിയാണത്. അതായത് സൂര്യപ്രകാശത്തിലെ എനർജി. ഈ ഫോട്ടോൺ ഇവിടേക്ക് ഇടിച്ചു കയറി വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ? അവിടെ ഈ പറഞ്ഞ പോലെ ഈ മാനം മര്യാദയ്ക്ക് കഴിഞ്ഞ ഇലക്ട്രോൺ ഹോൾ പെയറിലേക്ക് ഈ സംഭവം വരുന്ന സമയത്ത് ഈ എനർജി അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഈ ഫോട്ടോൺ അങ്ങോട്ട് ചെല്ലുമ്പം അതിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് അങ്ങ് ചാടും. അതിൽ നിന്നൊരു ഇലക്ട്രോൺ അങ്ങ് പുറത്തേക്ക് ചാടും. ഈ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇവിടേക്കത് പോവില്ല. കാര്യം ഇലക്ട്രോണും തമ്മിൽ ചേരില്ല. അത് ഇവിടം ക്രോസ് ചെയ്ത് ഇവിടേക്ക് വരും. അങ്ങനെ ഇവിടെ കുറേശ്ശെ ഇവിടെ നിന്ന് ഈ ഫോട്ടോണുകൾ തള്ളി പുറത്തിടുന്ന ഇലക്ട്രോണുകൾ ഇവിടേക്ക് വരും. ഇതിൻ്റെ ഈ ഒരറ്റത്തേക്ക് വരും. ഇലക്ട്രോൺ അവിടെ നിന്ന് പറഞ്ഞാൽ പുറത്ത് ചാടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇലക്ട്രോൺ വേക്കൻസി ഒരു ഹോൾ ഉണ്ടാവുമല്ലോ. അത് ഈ നെഗറ്റീവ് ഭാഗത്തേക്ക് ഇവിടേക്കും പോകും. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ കുപ്പി അങ്ങ് നിറയുമല്ലോ, അക്യുമുലേറ്റ് ചെയ്യില്ലേ. അതേപോലെ ഈ സെല്ലിൻ്റെ 2 ഭാഗത്തായിട്ട് ഈ ഇലക്ട്രോണുകളും ഈ ഹോളുകളും തമ്മിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? കുറച്ച് കഴിയുമ്പം അവിടെ സ്വാഭാവികമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കാര്യമായ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. ഇതിനെ ഇങ്ങനെ നമ്മളൊരു ബൾബ് വഴി കണക്റ്റ് ചെയ്താൽ ഈ ബൾബ് പ്രകാശിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ, ആദ്യം പറഞ്ഞില്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്ന 2 ടെർമിനലുകളെ കണക്റ്റ് ചെയ്താൽ അവിടെ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകും. ഒരു ബാറ്ററിയുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ അതുവഴി ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഒരു ബാറ്ററിയാക്കി മാറ്റുകയാണ് ഈ ഫോട്ടോണുകൾ ചെയ്യുന്നത്, സൂര്യപ്രകാശം ചെയ്യുന്നത്. ഈ സൂര്യപ്രകാശം നിൽക്കുമ്പം ഇത് വീണ്ടും പഴയ പോലെ ആകും. എന്നാൽ സൂര്യപ്രകാശം വരുമ്പോൾ വീണ്ടും ചാടി ഇതേപോലെ പോകും. ഇതാണ് ഒരു സോളാർ സെൽ. ഒരു സോളാർ സെല്ലിന് 10 സെൻറ്റിമീറ്റർ നീളവും വീതിയേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള അനേകം സോളാർ സെല്ലുകൾ കണക്റ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു സോളാർ പാനൽ ഉണ്ടാക്കുന്നത്. ഈ സെല്ലുകൾ തമ്മിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് അങ്ങനെ സീരീസായിട്ടും പാരലായിട്ടും ഒരേപോലെ കണക്റ്റ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ പാനൽ ഒരു വലിയ ബാറ്ററി പോലെയാകും. ആ ബാറ്ററി, അതിൽ നിന്ന് നമുക്ക് DC വൈദ്യുതി പുറത്തേക്ക് എടുക്കാൻ കഴിയും. ഇതാണ് സോളാർ പാനലുകൾ. അതായത് ഇത് വളരെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ PN ജംഗ്ഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡയോഡിലെ PN ജംഗ്ഷൻ പോലെയല്ല. ഇതിൻ്റെ N ടൈപ്പിലേക്കാണ് ഈ ഫോട്ടോൺ വരുന്നത്. ഈ N ടൈപ്പിനെ ക്രോസ് ചെയ്ത്, അതിനെ പെനിട്രേറ്റ് ചെയ്ത് ഇതിൻ്റെ നടുവിലുള്ള ജംഗ്ഷനിൽ അതിന് എത്തണം. അപ്പോൾ ഇത് വളരെ തിന്നായിരിക്കും, എന്നാൽ ഈ P ഭാഗം തിക്കുമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴെങ്ങനെയാണ് സോളാർ സെല്ലുകളും അതുപയോഗിച്ചുള്ള പാനലുകളും വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? സോളാർ പാനലുകളിൽ നിന്നും ലഭിക്കുന്നത് DC വൈദ്യുതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വൈദ്യുതി. പക്ഷേ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് സെക്കൻഡിൽ 50 പ്രാവശ്യം ദിശ മാറുന്ന AC ആണ്. പാനലിൽ നിന്ന് ലഭിക്കുന്ന DCയെ AC ആക്കി മാറ്റിയാണ് നാം ഉപയോഗിക്കുന്നത്. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. ആ വാക്കുകളിൽ നിന്ന് തന്നെ എൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. DC ഡയറക്റ്റ് ഒരു ദിശയിലേക്ക് പോകുന്നു, AC ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ചെയ്യുന്നു. സോളാർ പാനൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയെ ബാറ്ററിയിൽ സംഭരിച്ചു വെച്ച് പിന്നീട് അതിനെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാം. അതിന് ചിലവേറിയ ബാറ്ററി പാക്കുകൾ ആവശ്യമാണ്. അതിന് പകരം നാം ഉണ്ടാക്കുന്ന വൈദ്യുതി നേരിട്ട് ഇലക്ട്രിക് ഗ്രിഡിലേക്ക് നൽകി നമുക്കാവശ്യമുള്ളത് എടുക്കുന്ന ഓൺ ഗ്രിഡ് മെത്തേഡാണ് ഏറ്റവും പ്രായോഗികം. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളതും. ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യണ്ട, മാറ്റണ്ട, മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പാനലുകൾ മെയിൻ്റനൻസ് ഫ്രീ ആയി പതിറ്റാണ്ടുകളോളം വർക്ക് ചെയ്യും. പല കമ്പനികളും 30 വർഷത്തെയൊക്കെ ഗ്യാരൻറ്റിയാണ് കൊടുക്കുന്നത്. ഇത്ര സുലഭമായി സൂര്യൻ ഇങ്ങനെ എനർജി തന്നുകൊണ്ടിരുന്നിട്ടും ഇതൊക്കെ എന്തേ നേരത്തെ വന്നില്ല എന്ന് തോന്നുന്നു. നോക്കൂ കൂട്ടുകാരെ, സോളാർ പാനലുകൾ കൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ നിന്ന് ലഭിക്കുന്ന DCയെ പ്രോസസ്സ് ചെയ്ത് AC ആക്കണം.
അതിനൊക്കെ സങ്കീർണമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വേണം. പണ്ടൊക്കെ മേൽപ്പറഞ്ഞ ഓൺ ഗ്രിഡ് ഏർപ്പാടിനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യണം. അതിനു പറ്റി ശേഷി കൂടിയ ലിത്തിയം അയോൺ ബാറ്ററിയൊക്കെ വന്നത് അടുത്ത കാലത്ത്. പണ്ടുള്ള ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ കറണ്ടൊക്കെ ഒരു ഇലക്ട്രിസിറ്റിയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നെങ്കിൽ ഒരു മുറി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വലിയ ഭീമാകാരൻ ബാറ്ററി വേണം. അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ വലിയ ചിലവാണ്. അവയെ പരിപാലിക്കണം. അങ്ങനെ 100 കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ചിലവ് ഒരു സാധാരണ വൈദ്യുതിയുടെ 50-60 ഇരട്ടിയാകും. എന്നാൽ ഇലക്ട്രോണിക്സ് വളർന്നതോടെ ഉപകരണങ്ങളും കമ്പോണൻറ്റുകളുമൊക്കെ ചെറുതായി വൻതോതിൽ കൊമേഴ്ഷ്യലായി ഉൽപ്പാദനം തുടങ്ങിയതോടെ ചിലവ് ഒരുപാട് കുറഞ്ഞു. അങ്ങനെ സോളാർ എനർജി സാധാരണക്കാരുടെ കൈപ്പിടിയിലായത് ഈ അടുത്ത കാലത്താണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ സോളാർ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അടുത്ത കാലത്ത് ഇന്ത്യ സോളാർ എനർജി പ്രൊഡക്ഷനിൽ വൻ കുതിപ്പാണ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 40 ഇരട്ടി വളർച്ചയാണ് ഈ മേഖല നേടിയത്. ഇപ്പോൾ സോളാർ എനർജിയിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. 2030 നമുക്കാവശ്യമുള്ള വൈദ്യുതിയുടെ 50% സോളാർ ആയിരിക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് അതിനു വളരെ നേരത്തെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് വലിയ സബ്സിഡികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ വലിയ ഒരു തൊഴിൽ മേഖലയാണ് വളരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ പാനലുകൾക്ക് മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ തന്നെ സോളാർ പാനൽ നിർമ്മാണം വൻ വളർച്ച നേടുകയാണ്. അങ്ങനെ ബഹുമുഖമായ വളർച്ചയാണ് സോളാർ രംഗം നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ഒരു വീട് പണിയുമ്പോൾ നാം അനുമതിക്ക് അപേക്ഷിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണം. ഇത്ര സ്ക്വയർ ഫീറ്റ്, അതിൽ മുറ്റത്തിന് അല്ലെങ്കിൽ സൈഡിന് ഇത്ര, അതേപോലെ മഴക്കുഴി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞതുപോലെ സോളാർ പാനലുകളും നിർബന്ധമായും വേണം എന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണവും വലിയ താമസമില്ലാതെ നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിക്കാം. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.